ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. മനുഷ്യൻ ദൈവത്തെ ആരാധിക്കുന്നത്, ദൈവവുമായുള്ള മനുഷ്യന്റെ കൂട്ടായ്മ, മനുഷ്യൻ ദൈവത്തെ ശുശ്രൂഷിക്കുന്നത്, ദൈവത്തോട് മനുഷ്യനുള്ള ആത്മാർത്ഥത, ദൈവത്തിൽ നിന്ന് മനുഷ്യന് ലഭിച്ച അധികാരം, ദൈവത്തോടും ദൈവത്തിൽ നിന്നുമുള്ള മനുഷ്യന്റെ സാമൂഹ്യ ജീവിതം, 2-ാം അധ്യായത്തിലെ വലിയ ദൂത് ഇതൊക്കെയാകുന്നു. 3-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം എന്ന് പലരും കണക്കാക്കുന്ന അധ്യായത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഒരു വേദ പണ്ഡിതൻ പറഞ്ഞത്, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം ബൈബിളിന്റെ ചുഴിയാണിയാകുന്നു എന്നത്രേ. ചുഴിയാണി എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ആ പറഞ്ഞതിൽ താങ്കൾക്ക് എന്തെങ്കിലും സംശയമുള്ള പക്ഷം ഉൽപ്പത്തി 1ഉം 2ഉം അധ്യായങ്ങൾ വായിച്ചിട്ട് 3-ാമത്തേത് വായിക്കാതെ 4 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ താങ്കൾക്ക് മനസ്സിലാകും വലിയൊരു ശൂന്യസ്ഥലം നിറയ്ക്കേണ്ടതായി ഉണ്ട് എന്ന്. എന്തോ സംഭവിച്ചതായി താനേ മനസ്സിലാകും. ഉദാഹരണത്തിന് 1ഉം 2ഉം അധ്യായങ്ങളിൽ നാം നിഷ്കളങ്കതയിൽ മനുഷ്യനെ കാണുന്നു. എല്ലാം പൂർണ്ണമായിരിക്കുന്നു. മാത്രമല്ല, ദൈവവും മനുഷ്യനും തമ്മിൽ കൂട്ടായ്മയുമുണ്ട്. എന്നാൽ 4-ാം അധ്യായം വായിക്കുവാൻ തുടങ്ങുമ്പോൾ തന്നെ, അതെ 11-ാം അധ്യായം വരെ വായിക്കുമ്പോൾ താങ്കൾക്ക് കാണുവാൻ സാധിക്കുന്നത് അസൂയ, കോപം, കുലപാതകം, കള്ളം, ദുഷ്ടത, അഴിമതി, മറുതലിപ്പ്, ശിക്ഷാവിധി എന്നിവയൊക്കെയാണ്. ചോദ്യം, ഇതെല്ലാം എവിടെ നിന്ന് വന്നു? എവിടെയാണ് ഇത് ആരംഭിച്ചത്? പാപം ആരംഭിച്ചത് എവിടെ? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലാണ് പാപം ആരംഭിച്ചതെന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ 3-ാം അധ്യായത്തിലാണ് ഇത് ആരംഭിച്ചത്. 3-ാം അധ്യായത്തെക്കുറിച്ച് വേറൊരാൾ നടത്തിയ പ്രസ്താവന കൂടി ഞാൻ ഒന്ന് ഉദ്ധരിക്കാം. ദൈവീക സത്യങ്ങളാകുന്ന നദികളുടെ പലതിന്റെയും ഉറവിടം കണ്ടുപിടിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഇടമാകുന്നു ഉൽപ്പത്തി 3-ാം അധ്യായം. മനുഷ്യചരിത്രമാകുന്ന ആ അരങ്ങിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന വലിയ നാടകത്തിന്റെ ആരംഭം ഇവിടെയാകുന്നു. വീണുടഞ്ഞ മനുഷ്യന്റെ ഇന്നത്തെ അവസ്ഥയ്ക്കുള്ള ദൈവിക വിശദീകരണം നാം ഇവിടെ കാണുന്നു. നമ്മുടെ ശത്രുവായ പിശാചിന്റെ വഞ്ചനാപരമായ വേലകൾ നാം ഇവിടെ കാണുന്നു. ദൈവകൃപ മനുഷ്യനിൽ നിന്നും എടുത്തു കളഞ്ഞാൽ അവന് നീതിയുടെ പാതകളിൽ നടക്കുവാൻ കഴിവില്ല എന്നത് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. പാപത്തിന്റെ ആത്മീക ഫലങ്ങൾ നാം ഇവിടെ കാണുന്നു. അതായത്, ദൈവത്തിൽ നിന്നും ഓടിമറയുവാൻ ശ്രമിക്കുന്ന മനുഷ്യർ. കുറ്റക്കാരനായ പാപിയോടുള്ള ദൈവത്തിന്റെ മനോഭാവം നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. പാപത്തെ മറയ്ക്കുവാൻ, ലജ്ജാകരമായുള്ളതിനെ മറയ്ക്കുവാൻ സ്വന്തം പരിശ്രമത്താൽ ഉള്ള മനുഷ്യന്റെ ശ്രമത്തെ നാം ഇവിടെ കാണുന്നു. നമ്മുടെ വലിയ ആവശ്യത്തെ നിറവേറ്റുവാൻ ദൈവം ക്രമീകരിച്ച മഹത്തായ മാർഗം നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. തിരുവചനത്തിലുടനീളം സഞ്ചരിക്കുന്ന മഹത്തായ പ്രവചനത്തിന്റെ അരുവി ആരംഭിക്കുന്നത് ഇവിടെയാകുന്നു. ഒരു മധ്യസ്ഥനിലൂടെ അല്ലാതെ മനുഷ്യന് ദൈവത്തെ സമീപിക്കുവാൻ സാധ്യമല്ല എന്ന് നാം ആദ്യമായി കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലാകുന്നു. ഇനി നമുക്ക് 3-ാം അധ്യായത്തിലെ ചില വാക്യങ്ങൾ ഒന്ന് പരിശോധിക്കാം. ഈ 1-ാമത്തെ ഭാഗത്ത് മനുഷ്യന്റെ പരീക്ഷണത്തിനുള്ള സാഹചര്യം ഒരുങ്ങുന്നതാണ് നാം കാണുന്നത്. 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, യഹോവയായ ദൈവമുണ്ടാക്കിയ എല്ലാ കാട്ട് ജന്തുക്കളെക്കാളും പാമ്പ് കൌശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇവിടെ ഒരു സംശയം ഉയരുന്നതെന്തെന്നാൽ, എന്തുകൊണ്ട് പരീക്ഷണം? 1ഉം 2ഉം അധ്യായങ്ങളിലേക്ക് നാം തിരികെ പോയി പരിശോധിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് നിഷ്കളങ്കനായിട്ടാണ്, അല്ലാതെ നീതിമാനായിട്ടല്ല. എന്താണ് നീതി? പരീക്ഷയുടെ മധ്യത്തിൽ നിരപരാധിത്വം പാലിക്കുന്നതാണ് നീതി. പരീക്ഷ ഒന്നുകിൽ താങ്കളെ വളർത്തും, അല്ലെങ്കിൽ തകർക്കും. ഇവ രണ്ടിൽ ഒന്ന് അത് ചെയ്യുമെന്നത് തീർച്ചയാണ്. ഏദൻ തോട്ടം ഒരു സസ്യോഷ്ണശാല ആയിരുന്നില്ല. മനുഷ്യൻ സസ്യോഷ്ണശാലയിലെ ഒരു ചെടിയുമല്ല. സ്വഭാവരൂപീകരണം ആവശ്യമാണ്. അത് പരീക്ഷയിലൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ. ഉത്തരവാദിത്വമുള്ള വ്യക്തിയായിട്ടാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്.
ദൈവിക ഭരണത്തെ മഹത്വപ്പെടുത്തുവാനും അനുസരിക്കുവാനും ശുശ്രൂഷിക്കുവാനും കീഴടങ്ങിയിരിക്കാനും മനുഷ്യൻ ഉത്തരവാദിത്തപ്പെട്ടവനാകുന്നു. മനുഷ്യൻ തന്നെ തന്നെ ഉണ്ടാക്കിയതല്ല. ആരെങ്കിലും അങ്ങനൊരു അവകാശവാദം മുഴക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ദൈവമത്രേ മനുഷ്യനെ സൃഷ്ടിച്ചത്. താൻ വെച്ചതായ വ്യവസ്ഥകളിൽ തനിക്ക് ബോധിച്ചതുപോലെ പ്രവർത്തിക്കാമെന്നല്ല പറഞ്ഞത്. അവൻ മനുഷ്യനോട് പറഞ്ഞത്, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും എന്നത്രേ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 17-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. ആ തോട്ടത്തിൽ ഫലം പറിച്ച് ഉപയോഗിക്കുവാൻ കൊള്ളാകുന്ന മരം ഈ പറഞ്ഞ ഒരെണ്ണം മാത്രമായിരുന്നില്ല എന്ന് മറക്കരുത്. ഈ പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം മാത്രമേ തിന്നുവാൻ കൊള്ളാകുന്നതായി ആ തോട്ടത്തിലുള്ളൂ എന്നിരിക്കെ അത് തിന്നാൽ മരിക്കും എന്ന് പറഞ്ഞാൽ തിന്നാഞ്ഞാലും മരിക്കുമല്ലോ, ഇല്ലേ? അപ്പോൾ ദൈവം വ്യവസ്ഥ വെച്ചിട്ട് തനിക്ക് ബോധിച്ചതുപോലെയാണല്ലോ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കാമായിരുന്നു. എന്നാൽ ആ തോട്ടത്തിൽ ഫലം പുറപ്പെടുവിച്ചിരുന്ന അനേകം വൃക്ഷങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഈ പറഞ്ഞതായ മരത്തിലെ ഫലം മാത്രം മനുഷ്യൻ തിന്നണം എന്നില്ലായിരുന്നു. അതിന്റെ ആവശ്യം ഇല്ലായിരുന്നു. ഇത് ഒരു വലിയ സത്യമാകുന്നു നമ്മോട് പറയുന്നത്. പാപം ചെയ്തെങ്കിൽ മാത്രമേ ജീവിക്കുവാൻ സാധിക്കൂ എന്ന് ആരും ചിന്തിക്കരുത്. പാപം ചെയ്യാതെ സന്തോഷമായി സന്തുഷ്ടമായി ജീവിപ്പാൻ എല്ലാ ക്രമീകരണങ്ങളും ദൈവം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ പറഞ്ഞതായ മരത്തിലെ ഫലം മാത്രം മനുഷ്യൻ തിന്നണം എന്നില്ലായിരുന്നു. അതിന്റെ ആവശ്യമില്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് നാം മനുഷ്യനെ കാണുന്നത് ഉത്തരവാദിത്വമുള്ള ഒരു വ്യക്തിയായിട്ടാണ്. ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടുവാൻ സാധ്യമല്ല. ഈ 1-ാം വാക്യത്തിൽ പാമ്പിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നു. ഉടനെ മനസ്സിൽ ഉയരാവുന്ന യുക്തിപരമായ ഒരു സംശയം എന്തെന്നാൽ, അവൻ എവിടെ നിന്നാണ് കടന്നുവന്നത്? എങ്ങനെയാണ് അവൻ ഏദൻ തോട്ടത്തിൽ പ്രവേശിച്ചത്? ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ എനിക്ക് പറയുവാൻ കഴിയുന്നത്, അവിടെ ചുറ്റിത്തിരിഞ്ഞ് നടന്നിരുന്ന ഒരു ജന്തു ആയിരുന്നില്ല പാമ്പ്. വാസ്തവത്തിൽ അവൻ അവിടെ എങ്ങനെ വന്നു എന്ന് നമ്മോട് പറഞ്ഞിട്ടില്ല. അവൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ നമ്മോട് പറഞ്ഞിട്ടുള്ളൂ. ഈ വിഷയത്തിൽ പല കാര്യങ്ങളും ദൈവവചനം പറയാതെ വിട്ടിരിക്കുന്നു. സാത്താന് വളരെയധികം ഉപയോഗിക്കുവാൻ കഴിയുമായിരുന്ന ഒരു ജന്തുവാകുന്നു പാമ്പ്. സാത്താൻ അതിനെ ഉപയോഗിക്കുകയും ചെയ്തു. ഇന്നും സാത്താൻ ഉപയോഗിക്കുന്ന മാർഗം ഇതല്ലേ? കൊരിന്ത്യർക്ക് വിശുദ്ധ പൗലോസ് ലേഖനം എഴുതുമ്പോൾ 2 കൊരിന്ത്യർ 11:14 ഇപ്രകാരം രേഖപ്പെടുത്തി, സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. തിരുവചനത്തിൽ മറ്റെവിടെ പറഞ്ഞിട്ടുള്ളതിലും അധികം സാത്താനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള സ്ഥലമാകുന്നു വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു, അവന്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. നമ്മിൽ പലരും ചിന്തിക്കുന്നതുപോലെ ആ തോട്ടത്തിലൂടെ കയറി ഇറങ്ങി നടന്നിരുന്ന ഒരു സുന്ദര ജീവി അല്ലായിരുന്നു ഈ പറഞ്ഞ പാമ്പ്. അവനെക്കുറിച്ച് ദൈവവചനം നൽകുന്ന ചിത്രം അതേ അല്ല. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. വളരെയധികം കഴിവുകളുള്ള ഒരു ജീവിയാണ് ഇവിടെ നാം കാണുന്നത്. അവന്റെ ആരംഭത്തെക്കുറിച്ച് യാതൊരു രേഖയും ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് ലഭിക്കുന്നില്ല. 3-ാം അധ്യായത്തിന്റെ 2ഉം 3ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ പാമ്പ് സ്ത്രീയെ സമീപിച്ചത്? നല്ല ചോദ്യമാണല്ലേ. അവൻ എന്തുകൊണ്ട് പുരുഷന്റെ അടുത്ത് ചെന്നില്ല? ദൈവം ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ അവനോട് പറഞ്ഞു, തോട്ടത്തിലെ എല്ലാ വൃക്ഷത്തിന്റെയും ഫലം നിങ്ങൾക്ക് തിന്നാം, എന്നാൽ ഈ പ്രത്യേക മരത്തിന്റെ ഫലം തിന്നരുതെന്ന് പറഞ്ഞു. സ്ത്രീയെ രണ്ടാമതാണല്ലോ സൃഷ്ടിച്ചത്. അങ്ങനെ അവൾക്ക് കിട്ടിയ അറിവ് പുരുഷനിൽ നിന്നുമായിരുന്നു. ദൈവം നേരിട്ട് അവളോട് നിർദ്ദേശിക്കുകയല്ലായിരുന്നല്ലോ. അതുകൊണ്ട് പാമ്പ് ആദ്യം സ്ത്രീയുടെ അടുത്ത് ചെന്നു. തുറന്നു പറഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നത് പുരുഷനേക്കാൾ ലോലമായ മൃദുവായ വ്യക്തിയായിട്ടാണ് സ്ത്രീയെ ദൈവം സൃഷ്ടിച്ചത് എന്നത്രേ. എന്ന് പറഞ്ഞാൽ അവൾക്ക് കൂടുതൽ അനുകമ്പ തോന്നുമായിരുന്നു, കൂടുതൽ മനസ്സലിവ് അവളുടെ സ്വഭാവത്തിലുണ്ടായിരുന്നു. ഇന്നും അങ്ങനെ തന്നെ ആകുന്നുവല്ലോ, അല്ലേ? പുരുഷനേക്കാൾ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുവാൻ കൂടുതൽ തയ്യാറായിട്ടുള്ളത് സ്ത്രീ ആയിരുന്നിരിക്കും. യഥാർത്ഥത്തിൽ ഞാൻ ചിന്തിക്കുന്നത് പുരുഷനേക്കാൾ കൂടുതൽ
ജിജ്ഞാസുവാണ് സ്ത്രീ എന്നത്രേ. തെറ്റായ മതാചാരങ്ങളിലും ദുരുപദേശങ്ങളിലുമൊക്കെ കൂടുതൽ ചെന്ന് ചാടുന്നതും പിന്നീട് പുരുഷനെ അതിലേക്ക് വലിച്ചിഴയ്ക്കുന്നതും സ്ത്രീയാകുന്നുവല്ലോ. വാസ്തവത്തിൽ പല മതാചാര സമ്പ്രദായങ്ങളുടെയും പ്രത്യയശാസ്ത്രങ്ങളുടെയും സ്ഥാപകർ സ്ത്രീകളാകുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും താൻ ചെയ്യുന്നതെന്താകുന്നു എന്ന് സാത്താന് അറിയാമായിരുന്നു. അവൻ ചെയ്തതെന്താകുന്നു എന്ന് ശ്രദ്ധിച്ചാലും വളരെ വഞ്ചനാപരമായൊരു മാർഗവുമായിട്ടാണ് അവൻ വരുന്നത്. ദൈവവചനത്തെ സംശയിക്കുവാൻ ഉതകുന്ന ഒരു ചോദ്യം അവൻ ഇപ്രകാരം ചോദിച്ചു: തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അവൻ അവളുടെ മനസ്സിലൊരു സംശയമുണ്ടാക്കുകയും അവളുടെ ജിജ്ഞാസയൊന്ന് പിടിച്ചു കുലുക്കുകയും ചെയ്തു. അവൾ മറുപടി പറഞ്ഞു: തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. അത് ഒരൽപ്പം കൂട്ടിച്ചേർക്കലായിരുന്നു, ഇല്ലേ? ഫലം തിന്നരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം, എന്നാൽ തൊടുകയും അരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് ഞാനെങ്ങും കാണുന്നില്ല. ഇന്നും അനേകർ തങ്ങൾ ലഭിച്ചിട്ടുള്ള ആജ്ഞയോട് കുറെ കൂടി ചേർത്ത് സംഗതി ആകെ കുഴപ്പത്തിലാക്കുന്നത് നാം കാണാറുണ്ടല്ലോ. ദൈവം ആഗ്രഹിക്കുന്നതിനപ്പുറം നാം ഒരു സമതുലിത എപ്പോഴും പാലിക്കുന്നത് നല്ലതാണ്. ഇത് കേട്ട പാമ്പ് ദൈവവചനം തള്ളിക്കളയുന്നത് നാം കാണുന്നു. 4-5 വാക്യങ്ങൾ ഞാൻ വായിക്കാം. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെപ്പോലെ ആകുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. ഇവിടെ സാത്താൻ ദൈവത്തിന്റെ സ്നേഹത്തെയും നന്മയെയുമാകുന്നു സംശയിക്കുന്നത്. ദൈവം നല്ലവനാകുന്നുവെങ്കിൽ ഇങ്ങനൊരു നിയന്ത്രണം എന്തുകൊണ്ട്? നിങ്ങൾ മരിക്കയില്ല എന്ന് സാത്താൻ പറയുമ്പോൾ അവൻ അർത്ഥമാക്കുന്നത് ദൈവം നീതിമാനല്ല എന്നത്രേ. ദൈവം നീതിമാനാണെങ്കിൽ നിങ്ങൾ മരിക്കുവാൻ അവൻ അനുവദിക്കുമോ? അതാണ് അവൻ പരോക്ഷമായി ചോദിക്കുന്നത്. അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെപ്പോലെ ആകുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നു. ഇതത്രേ സാത്താൻ പറഞ്ഞത്. അതവൻ പറഞ്ഞപ്പോൾ അവൻ സത്യത്തിൽ ദൈവത്തിന്റെ വിശുദ്ധിയെയാണ് ചോദ്യം ചെയ്തത്. അപ്പോൾ ദൈവത്തിന്റെ സ്നേഹത്തെയും നന്മയെയും നീതിയെയും വിശുദ്ധിയെയും എല്ലാം സംശയിക്കത്തക്കവണ്ണം സാത്താൻ സ്ത്രീയോട് സംസാരിക്കുന്നു. ഇന്നും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന സംശയങ്ങൾ ഈ രംഗങ്ങളിലൊക്കെ ആകുന്നുവല്ലോ. ദൈവത്തിന്റെ സ്നേഹത്തെയും നന്മയെയും നീതിയെയും വിശുദ്ധിയെയും ഒക്കെ സംശയിക്കുന്നതായ അവസ്ഥ. ഹവ്വ ചെയ്തത് ദൈവവചനത്തോട് കൂട്ടിച്ചേർക്കുകയാണ്. നിരീശ്വരവാദികളും ഇന്നത്തെ ഉൽപ്പതിഷ്ണുക്കൾ എന്ന് നാം ഓമനപ്പേരിട്ട് വിളിക്കുന്ന ലിബറൽ ദൈവശാസ്ത്രക്കാരും ദൈവവചനത്തിൽ നിന്നും കുറയ്ക്കുകയാണ് ചെയ്യാറുള്ളത്. അതിനെതിരായും ദൈവം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കൂടുതൽ ആത്മീകം പറയുന്ന പല യാഥാസ്ഥിതികരും ദൈവവചനത്തോട് ചേർക്കുകയാണ് ചെയ്യുന്നത്. അതിനെതിരെയും ദൈവം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഇന്നും നാം ന്യായപ്രമാണത്താലാകുന്നു രക്ഷിക്കപ്പെടുന്നതെന്ന് പറയുന്നവരുണ്ട്. അവരുടെ വാദം വിശ്വാസത്താലാകുന്നു എന്നത് ശരി തന്നെ, എന്നാൽ വിശ്വാസവും പിന്നെ വേറെ ചിലതും കൂടി വേണം എന്നത്രേ. ആ വേറെ ചിലതിന് പലതുമായി മുൻപോട്ട് വരുവാൻ അവർ തയ്യാറായി നിൽക്കുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, യേശു അവരോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതത്രേ എന്നുത്തരം പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 6-ാം 29 വാക്യം. എത്ര പ്രധാനപ്പെട്ടതാണ് ഈ ഒരു പ്രസ്താവന! പാമ്പ് എത്ര കൌശലപരമായി ദൈവത്തെ നിഷേധിക്കുന്നു, എതിർത്ത് പറയുന്നു. എന്നിട്ട് അവന്റെ വാക്കുകൾ ദൈവവചനത്തിന് പകരമായി പറയുന്നു. വിശ്വാസത്തിന്റെ അനുസരണം എന്ന വസ്തുത റോമാലേഖനം നമ്മെ പഠിപ്പിക്കുന്നു. വിശ്വാസം അനുസരണത്തിലേക്ക് നയിക്കുന്നു, അവിശ്വാസം അനുസരണക്കേടിലേക്ക് നയിക്കുന്നു. സംശയവും എപ്പോഴും അനുസരണക്കേടിലേക്കാണ് നയിക്കുന്നത്. പലപ്പോഴും നമുക്ക് സംശയമല്ലേ മുൻപിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അനുസരണം നമുക്കറിയില്ല. പുരുഷനും സ്ത്രീയും ദൈവവചനം അനുസരിക്കാതിരിക്കുന്നതാണ് ഇനിയും നാം കാണുവാൻ പോകുന്നത്. 6-ാം വാക്യം. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാൺമാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ട് ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. പാമ്പുണ്ടാക്കിയതായ ആ ആകർഷണം ഒന്ന് ശ്രദ്ധിച്ചേ. വളരെ രസകരമായിരിക്കുന്നില്ലേ? അത് ജഡത്തിന് ഒരു ആകർഷണമായിരുന്നു.
ആ വൃക്ഷഫലം തിന്മാൻ നല്ലത്. എന്നാൽ അതുകൊണ്ട് എല്ലാം ആയില്ല. വാസ്തവത്തിൽ പ്രധാനപ്പെട്ടതായത് അതായിരുന്നില്ല. അത് കാൺമാൻ ഭംഗിയുള്ളതായിരുന്നു. ജഡത്തെ ആകർഷിക്കുന്നത് മാത്രമായിരുന്നില്ല, മനുഷ്യന്റെ മനസ്സിന് ആകർഷകമായതും കൂടി ആയിരുന്നു. ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം. ഈ പറഞ്ഞത് മനുഷ്യന്റെ ആധ്യാത്മിക വശത്തിന് ആകർഷകം എന്നാണ്. മരുഭൂമിയിൽ കർത്താവായ യേശുക്രിസ്തുവിനും ഇതേ പരീക്ഷകളാണ് സാത്താൻ കൊണ്ടുവന്നതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലും മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലും ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലും നാം അത് കാണുന്നു. ഒന്നാമതായി സാത്താൻ നമ്മുടെ കർത്താവിനോട് പറഞ്ഞു, ഈ കല്ലുകൾ അപ്പമാകുവാൻ കൽപ്പിച്ചാലും. ഇത് ജഡത്തോടുള്ള ആകർഷണമായിരുന്നു. വൃക്ഷഫലം തിന്മാൻ നല്ലതെന്ന് കണ്ടതുപോലെ ഇതും ജഡത്തോടുള്ള ആകർഷണമായിരുന്നു. തുടർന്ന് സാത്താൻ യേശുവിനെ ലോകത്തിലെ സകല രാജ്യങ്ങളും കാണിച്ചിട്ട് അത് അവന് വാഗ്ദാനം ചെയ്തു. അത് മനസ്സിനെ ആകർഷിക്കുകയായിരുന്നു. വൃക്ഷഫലം കാണുവാൻ ഭംഗിയുള്ളതായിരുന്നതുപോലെ ഒടുവിലായി സാത്താൻ കർത്താവിനോട് പറഞ്ഞു, ദേവാലയ ഗോപുരത്തിന്റെ അഗ്രത്തിൽ നിന്നും താഴോട്ടൊന്ന് ചാടുക എന്ന്. ഇത് മനുഷ്യന്റെ ആധ്യാത്മിക വശത്തോടുള്ള ആകർഷണമായിരുന്നു. വൃക്ഷഫലം ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമായി മനുഷ്യൻ ആദ്യം കണ്ടതുപോലെ ഇതും ആധ്യാത്മിക വശത്തോടുള്ള ആകർഷണമായിരുന്നു. ഇന്ന് സാത്താൻ തന്റെ ഉപായം മാറ്റി എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ഓ, പിള്ളേരൊക്കെ മാറിയില്ലേ, ഇത് ആധുനിക യുഗമല്ലേ, വല്ല കമ്പ്യൂട്ടറും ഉപയോഗിച്ചങ്ങ് പരീക്ഷണങ്ങൾ നടത്താമെന്ന് ചിന്തിച്ച് സാത്താൻ അനങ്ങാതിരിക്കുന്നു എന്ന് കരുതരുത്. എവിടെങ്കിലും ഒരു ബട്ടൺ അമർത്തിയാൽ എല്ലാവരും പാപം ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് കൊണ്ടുവന്നേക്കാമെന്നുള്ള കണ്ടുപിടുത്തമല്ല അവൻ ചെയ്യുന്നത്. പണ്ട് അവൻ ഉപയോഗിച്ചിരുന്ന അതേ ഉപായങ്ങളും വേലകളുമാകുന്നു ഇന്നും അവന്റെ കയ്യിലിരിക്കുന്നത്. അത് താങ്കളോടും എന്നോടും പ്രയോഗിക്കുന്നു എന്നോർക്കണം. അവൻ അതിൽ വ്യത്യാസം വരുത്താത്തതിന്റെ കാരണം അത് അന്നത്തെപ്പോലെ ഇന്നും ഫലിക്കുന്നുണ്ട് എന്നതത്രേ. വിശുദ്ധ യോഹന്നാൻ എഴുതി, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രയാകുന്നു. 1 യോഹന്നാൻ 2:16 ഞാൻ വായിച്ചത്. ജഡമോഹം വൃക്ഷഫലം തിന്മാൻ നല്ലതെന്ന് കണ്ടത് അതത്രേ. കൺമോഹം വൃക്ഷഫലം കാൺമാൻ ഭംഗിയുള്ളതായിരുന്നല്ലോ, അതുതന്നെ. ജീവനത്തിന്റെ പ്രതാപം ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമായി വൃക്ഷഫലം കണ്ടത്. ഈ കാര്യങ്ങൾ പിതാവിൽ നിന്നുമല്ല, ലോകത്തിൽ നിന്നുമത്രേ. യേശു കർത്താവ് പറഞ്ഞത്, ജഡത്തിന്റെ ഈ പാപങ്ങൾ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നുമാകുന്നു വരുന്നത്. അതെ, ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും. ഇവിടെയാകുന്നു സാത്താൻ തന്റെ ആകർഷണം കൊണ്ടുവരുന്നത്. മനുഷ്യവർഗത്തെ തെറ്റായ വഴിയിൽ കൊണ്ടുപോകുവാൻ സാത്താൻ ഉപയോഗിക്കുന്ന മാർഗം ഇതത്രേ. ഇതിൽ അവൻ വിജയിക്കുന്നുമുണ്ട്. അവർ നന്മതിന്മകളെ തിരിച്ചറിയുമെന്ന് പറഞ്ഞിട്ട് എന്തായി വാസ്തവത്തിൽ? മനുഷ്യന്റെ വീഴ്ചയുടെ അനന്തരഫലങ്ങൾ ഇനിയും നമുക്ക് കാണാം. 7-ാം വാക്യം നോക്കിക്കാട്ട്, 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു, തങ്ങൾ നഗ്നരെന്ന് അറിഞ്ഞു. അത്തിയില കൂട്ടിത്തുന്നി തങ്ങൾക്ക് അരയാട ഉണ്ടാക്കി. ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു എന്ന് നാം വായിക്കുന്നു. ഇത് അവരുടെ മനസാക്ഷിയെ അത്ര സൂചിപ്പിക്കുന്നത്. പാപം ചെയ്ത് വീഴ്ച സംഭവിക്കുന്നതിനു മുൻപ് മനുഷ്യന് ഒരു മനസാക്ഷിയില്ലായിരുന്നു. അവൻ നിഷ്കളങ്കനായിരുന്നു. നിഷ്കളങ്കത്വം എന്നാൽ ദുഷ്ടതയെക്കുറിച്ചുള്ള അജ്ഞതയാണ്. ഈ അവസ്ഥയെക്കുറിച്ച് നമുക്ക് ഇന്ന് ചിന്തിക്കുവാൻ തന്നെ പ്രയാസമാണ്. പിന്നെ പറഞ്ഞു മനസ്സിലാക്കുവാൻ ശ്രമിച്ചാൽ നടക്കുന്ന കാര്യമാണോ? മനുഷ്യനല്ല മനസാക്ഷി ഉണ്ടാക്കിയത്. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ വസിക്കുന്ന, നമ്മെ കുറ്റപ്പെടുത്തുന്ന ഒരുവനുണ്ട്. ഒരു മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞത്, ഈ കുറ്റബോധം ഓരോ മനുഷ്യരിലും അവരുടെ വലത് കൈ പോലെ ഒരു യാഥാർത്ഥ്യമാകുന്നു എന്നത്രേ. അവന്റെ ഒരു ഭാഗമാകുന്നു. മനഃശാസ്ത്രപരമായ ഏതെങ്കിലും മാർഗത്തിലൂടെ ഈ പറഞ്ഞ കുറ്റബോധത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ മനുഷ്യന് സാധ്യമല്ല. തങ്ങൾ നഗ്നരെന്നറിഞ്ഞ് അത്തിയില കൂട്ടിത്തുന്നി തങ്ങൾക്ക് അരയാടയുണ്ടാക്കിയെന്ന് നാം വായിക്കുന്നു. ഈ ഭാഗത്തൊക്കെ ഒരു കാര്യം താങ്കൾ ശ്രദ്ധിച്ചോ? ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള ഒരേ ഒരു വൃക്ഷം അത്തിവൃക്ഷമാകുന്നു. നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം ഒരു ആപ്പിൾ മരം അല്ലായിരുന്നു.
അതെന്തായിരുന്നു എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്നാൽ അതൊരു ആപ്പിൾ മരം അല്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ലേ? ഈ അത്തിയില കൊണ്ടുള്ള അരയാട കൊള്ളായിരുന്നു. എന്നാൽ അവ ശരിക്കും നഗ്നത മറച്ചില്ല. ആദാമും ഹൗവായും പാപം ഏറ്റുപറയുകയല്ല, തങ്ങളുടെ പാപം മറയ്ക്കുവാനാണ് അവരുടെ ശ്രമം. തങ്ങളുടെ നഷ്ടപ്പെട്ട അവസ്ഥയെ അംഗീകരിച്ചു കൊടുക്കുവാൻ അവർ തയ്യാറല്ലായിരുന്നു. തങ്ങളുടെ ജീവിതത്തിൽ കണ്ട കുറവുകളെ മറയ്ക്കുവാൻ ശ്രമിക്കുന്നു. ഇന്നും മതത്തിൽ ആധ്യാത്മിക രംഗങ്ങളിലുള്ള മനുഷ്യന്റെ അവസ്ഥ ഇതുതന്നെയാണ്. അവൻ വ്യത്യസ്തങ്ങളായ വ്യായാമങ്ങളിലൂടെയും ആചാരങ്ങളിലൂടെയും കടന്നുപോകുന്നു. അവൻ ഏതെങ്കിലുമൊക്കെ പ്രത്യേക ഗ്രൂപ്പിലെ അംഗങ്ങളാകുന്നു. ഭയങ്കര ഭക്തി നടിക്കുന്നു, പണം വാരിക്കോരി കൊടുക്കുന്നു. ക്രിസ്തു അത്തിവൃക്ഷത്തെ ശപിച്ച കാര്യം താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് വളരെ രസകരം തന്നെയാണ്. അത് കഴിഞ്ഞ ഉടനെ കർത്താവ് മതത്തെ പുറന്തള്ളുന്നതായി നാം കാണുന്നു. എത്ര ശക്തമായിട്ടാണ് അവൻ അന്ന് ദേവാലയത്തിൽ പ്രവർത്തിച്ചത്. കാരണം മതം വെറുതെ പാപത്തെ മൂടിവെക്കുക മാത്രമാണ് ചെയ്യുന്നത്. പാപിയായ മനുഷ്യന് പാപബോധം ഉണ്ടാക്കുകയല്ല മതം ചെയ്യുന്നത്, പിന്നെയോ അവന്റെ പാപത്തെ മൂടിവെക്കുവാനുള്ള ഒരു മൂടി ഉണ്ടാക്കിക്കൊടുക്കുക മാത്രമാണ്. അനേകരും ആരാധനയ്ക്കായി പള്ളിയിൽ പോകുമ്പോൾ അത് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അവർക്കുള്ള മനോഭാവം ഏതോ സാധിച്ചു എന്നത് മാത്രമാണ്. അല്ലാതെ അവരുടെ പാപത്തെക്കുറിച്ചുള്ള ഒരു ബോധം അവർക്കുണ്ടാകുന്നില്ല എന്നത് എന്നത്തേതും പോലെ ഇന്നും വാസ്തവമാണ്. ഈ പരീക്ഷയിൽ മനുഷ്യന്റെ ആത്മാവിനും ദൈവത്തിനും ഇടയിൽ വരുവാൻ സാത്താൻ ആഗ്രഹിക്കുന്നു. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, മനുഷ്യനെ ദൈവത്തിൽ നിന്നും അകറ്റി തനിക്കുവേണ്ടി നേടി മനുഷ്യന്റെ ദൈവമായിരിക്കുവാൻ സാത്താൻ ആഗ്രഹിക്കുന്നു. ജഡത്തിന്റെ പരീക്ഷകൾ അന്നേ ദിവസം മനുഷ്യനെ ആകർഷിക്കുമായിരുന്നില്ല. എന്നാൽ മോഷ്ടിക്കാനോ കള്ളം പറയുവാനോ മോഹിക്കുവാനോ അല്ല അവനെ പരീക്ഷിച്ചത്. ദൈവത്തെ സംശയിക്കുവാൻ മാത്രമാണ് അവൻ പരീക്ഷിക്കപ്പെട്ടത്. ആ ധനികനും യുവാവുമായ പ്രമാണിക്ക് എന്തു കുഴപ്പമായിരുന്നു? വാസ്തവത്തിൽ അവൻ ദൈവത്തെ വിശ്വസിച്ചില്ല എന്നതായിരുന്നു അവന്റെ കുഴപ്പം. ആ കോതമ്പിന്റെയും കളയുടെയും ഉപമയിൽ ആ കള ദൈവത്തിൽ വിശ്വസിക്കാഞ്ഞവരെ അത്രേ കാണിച്ചിരുന്നത്. സാത്താന്റെ മാർഗം ശ്രദ്ധിക്കൂ. ഒന്നാമത്, ഹൗവ കണ്ടു വൃക്ഷഫലം തിന്മാൻ നല്ലതാകുന്നുവെന്ന്. രണ്ടാമതായി, അത് കാണുവാൻ ഭംഗിയുള്ളതായിരുന്നു. മൂന്നാമതായി, ജ്ഞാനം പ്രാപിപ്പാൻ മതിയായതായിരുന്നു. സാത്താൻ പുറമേ നിന്ന് ആരംഭിച്ച് അകത്തേക്ക് പ്രവേശിക്കുകയാണ്. എന്നാൽ ദൈവമോ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നും ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. പുറമേ പൂശുവാൻ ഉപയോഗിക്കുന്ന ഒന്നത്രേ മതം. എന്നാൽ ദൈവം ആരംഭിക്കുന്നത് മതത്തിൽ നിന്നുമല്ല, മതത്തോടെ അല്ല. ഇവിടെ ഞാനൊരു വ്യത്യാസം കാണിക്കട്ടെ. ക്രിസ്തീയത്വം ഒരു മതമല്ല. ക്രിസ്തീയത്വം എന്നത് ക്രിസ്തു ആകുന്നു. ക്രിസ്തു ഇല്ലാതെ ക്രിസ്തു മാർഗമില്ല. അതെ, വളരെയധികം മതങ്ങളുണ്ട്. എന്നാൽ നീ പുതുതായി ജനിക്കണമെന്ന് ക്രിസ്തു പറഞ്ഞപ്പോൾ അവൻ ആ ഉറവയുടെ തുടക്കം വരെ ചെന്നെത്തി എന്നതാണ് സത്യം. അവിടെ നിന്നുമാകുന്നു ഈ രൂപാന്തരം ആരംഭിക്കേണ്ടത്. പുറമെ വളരെയധികം ഭക്തി കാണിച്ചിരുന്ന പരീശന്മാരോട് യേശു പറഞ്ഞത്, പാത്രത്തിന്റെ അകവശം വെടിപ്പാക്കൂ, നിങ്ങൾ മനോഹരമായൊരു കല്ലറ പോലെയാകുന്നു. പുറത്ത് മാർബിളും പൂവുകളും അങ്ങനെ മനോഹരമായിരിക്കുന്നു, എന്നാൽ അകത്തോ ചത്ത മനുഷ്യരുടെ അസ്ഥികൾ. എന്തൊരു ഭയാനകമായ ചിത്രമല്ലേ? ആദാമും ഹൗവായും തങ്ങളുടെ പാപം ഏറ്റുപറയുന്നതിനു പകരം ബന്ധപ്പെട്ട് അത്തിയില തുന്നിക്കെട്ടി ഒരു അരയാടയുണ്ടാക്കി. ഞാൻ പറയട്ടെ, വാസ്തവത്തിൽ ഈ അത്തിയിലയിൽ പുതിയ സ്റ്റൈലൊന്നുമില്ല. തങ്ങളുടെ ഹൃദയത്തിലെ പാപം ഏറ്റുപറയുന്നതിനു പകരം ഇന്നും മനുഷ്യർ പല പല അത്തിയില വെച്ച് മറച്ച് ജീവിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ചിലർ ഉപദേശമെന്ന അത്തിയിലയുടെ തണലിൽ ജീവിക്കുവാൻ ശ്രമിക്കുന്നു. ചിലർ ന്യായീകരണം കൊണ്ട് ജീവിക്കുവാൻ ശ്രമിക്കുന്നു. പാപത്തെ മറയ്ക്കരുതേ സുഹൃത്തെ, അത് അബദ്ധമാണ്. 8-9 വാക്യങ്ങൾ നോക്കിക്കാട്ട്. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെയെന്ന് ചോദിച്ചു. മതം താങ്കളെ ദൈവത്തിൽ നിന്നും അകറ്റും. ഇതാ,
ആദാം നഷ്ടപ്പെട്ട സ്ഥിതിയിൽ കാണപ്പെടുന്നു. ഇപ്പോൾ ഇതാ നഷ്ടപ്പെട്ട ആദാമിനെ ദൈവം അന്വേഷിക്കുന്നു. അല്ലാതെ മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുകയല്ല. അവൻ അവന്റെ പാപം മറയ്ക്കുവാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ദൈവം മനുഷ്യനെ അന്വേഷിക്കുന്നു. 10 മുതലുള്ള വാക്യങ്ങൾ നോക്കിക്കാട്ടെ. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്നവൻ പറഞ്ഞു. നീ നഗ്നനെന്ന് നിന്നോട് ആര് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ എന്ന് അവൻ ചോദിച്ചു. അതിന് മനുഷ്യൻ, എന്നോടുകൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു. തന്റെ തെറ്റ് സമ്മതിക്കുന്നതിന് ഇപ്പോഴും ആദാമിന് യാതൊരു മനസ്സുമില്ല. ഇത് തന്നെയാണ് ഇന്നത്തെ സമൂഹത്തിൽ നാം കാണുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, അനുഗ്രഹത്തിനുള്ള ഒരേ ഒരു മാർഗം നമ്മുടെ തെറ്റ് ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്നതാണ്. താങ്കളുടെ ജീവിതം അങ്ങനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമോ? ദൈവം താങ്കളെ അതിനായി സഹായിക്കട്ടെ. ജീവസന്ദേശം